സനാതന ധർമ്മ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി തള്ളി ശിവഗിരി മഠം. സനാതന ധർമ്മവും ചാതുർവർണ്ണ്യവും തമ്മിൽ ബന്ധമില്ലെന്ന് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കാര്യങ്ങൾ പഠിക്കാത്തതിനാലാണ് സനാതന ധർമ്മത്തെ എതിർക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ തങ്ങൾ ദൈവമായാണ് കാണുന്നതെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ജാതിക്കും മതത്തിനും ഒരു അതിർവരമ്പുകൾക്ക് അപ്പുറം ചിന്തിച്ച വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ട് അന്ന് നിലനിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ജാതീയതയ്ക്കെതിരെ വലിയൊരു പോരാട്ടം നടത്തി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ ഗുരുവിനെ ഒരു ഇതിൽ തളച്ചിടുകയാണ്, ജാതിയിൽ തളച്ചിടുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സനാതന ധർമ്മങ്ങൾ ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ടാണ് ഗുരുവിനെ അതിൽ തളച്ചിടരുത് എന്ന് പറയുന്നത്. സനാതന ധർമ്മവും ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സനാതന ധർമ്മം എന്ന് പറയുന്നത് ലോകത്ത് മതങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ബുദ്ധമതവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും ബുദ്ധമതത്തെയും എല്ലാ മതങ്ങളെയും ഭാരതത്തിന് സ്വീകരിക്കാൻ സാധിച്ചത്. അത് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ സനാതന ധർമ്മം എന്ന് വേണേൽ പറയാം. പക്ഷെ അതും ഇന്ന് അറിയപ്പെടുന്ന ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്ന് സനാതന ധർമ്മം അറിയപ്പെടുന്നത് ഈ ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയായിട്ടാണ്. അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാനുള്ളൊരു കാരണമായി മനസ്സിലാക്കുന്നത്? അത് പഠനത്തിൻ്റെ കുറവാണ്. എല്ലാം ഉരുപ്പളവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. സുസൂക്ഷ്മമായ അപഗ്രഥനം ഇവിടെ വേണ്ടവണ്ണം നടക്കുന്നില്ല. അപ്പം ഈ ഗുരുവിനെ പലതരത്തിൽ ആളുകൾ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവായി കാണുന്ന ആളുകളുണ്ട്, ഗുരുവായി കാണുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദൈവമായി കാണുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഗുരുവിനെ ഈ ശ്രീനാരായണ സമൂഹം മൊത്തത്തിൽ കാണുന്നത്? ശ്രീനാരായണ സമൂഹം മൊത്തത്തിൽ ഗുരുവിനെ കാണുന്ന ദൈവമായിട്ട് തന്നെയാണ്. ആ ദൈവം ആര് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിലേ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം എന്ന് പറയുന്നത് ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷക നൽകുന്ന ഒന്നല്ല. ദൈവം, ഗുരു കാണിച്ചു തരുന്ന ദൈവം ദൈവദശക എന്ന പ്രാർത്ഥനയിൽ 10 ശ്ലോകങ്ങളിലായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരു ദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം അതിന് ഗുരു പ്രതിനിധാനം ചെയ്ത തത്വദർശനവുമായി ചേർത്ത് വെച്ച് പഠിക്കണം. ഗുരു അദ്വൈത വേദാന്തിയായിരുന്നു. അദ്വൈത സത്യസാക്ഷാത്കാരത്തിൽ ജീവാത്മ പരമാത്മ ഐക്യം നേടുമ്പോൾ ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവസ്വരൂപമാവുകയാണ്. ആ ദൈവസ്വരൂപമാകുമ്പോഴാണ് ബോധോദയമുണ്ടായി, ജ്ഞാനോദയമുണ്ടായി, സിദ്ധാർത്ഥൻ ബുദ്ധനായി, യേശു തപസ് ചെയ്ത് ക്രിസ്തുവായി, മുഹമ്മദ് തപസ് ചെയ്ത് നബിയായി, അതുപോലെ ചെമ്പഴന്തിലെ നാരായണൻ തപസ് ചെയ്ത് ശ്രീനാരായണ ഗുരുവായി. ഗുരു തന്നെയാണ് SNDP എന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ SNDP ഒന്ന് BDJS ആകുന്നു, അവർ BJPയുമായിട്ടാണ് സഹകരിക്കുന്നത്. അപ്പോൾ ഒരു ശ്രീനാരായണ സമൂഹത്തിന് ഇപ്പോൾ BJPയുടെ പ്രത്യയശാസ്ത്രമായിട്ട് അങ്ങനെ ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്നത് തന്നെയാണോ? അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല ഞാനല്ല. രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം പറയാൻ SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരുമുണ്ട്. അവരിത് പറയട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാജിദ് അജ്മൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാജിദ്, സനാതന ധർമ്മത്തെ മനസ്സിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പിഴച്ചു എന്ന് തുറന്നു പറയുകയാണ് സച്ചിദാനന്ദ സ്വാമി. ശിവഗിരി മഠത്തിലെ ആ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ പല വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ധൈര്യസമേതം പ്രസംഗിക്കാൻ, തുറന്നു പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ പ്രശംസ ഒരു ഭാഗത്ത് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ശിവഗിരി മഠം പൂർണ്ണമായി മുഖ്യമന്ത്രിയെ തള്ളുന്നത്. എങ്ങനെ കാണാം സച്ചിദാനന്ദ സ്വാമിയുടെ പ്രതികരണത്തെ?
സൈഫുദ്ദീൻ, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ആണ് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത്. ശ്രീനാരായണ ഗുരു എന്നത് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ധീരോദാത്തം പോരാടിയ വ്യക്തിയാണ്. അത്തരം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതിയുടെ മതിൽക്കെട്ടിൽ ഉൾപ്പെടുത്തുകയും സനാതന ധർമ്മത്തിന്റെ പ്രയോക്താവായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. സനാതന ധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തിൽ അടിസ്ഥാനത്തിലുള്ളതാണ്, ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ഈ സനാതന ധർമ്മവും ചാതുർവർണ്ണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉപരിപ്ലവമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം ഒരു പ്രസ്താവന എന്നുള്ളതാണ് ശിവഗിരി മഠത്തിന്റെ അധിപൻ കൂടിയായ സ്വാമി സച്ചിദാനന്ദ പറയുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരനും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളായുള്ള ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് ഈ ശിവഗിരി മഠം. ആ മഠം തന്നെ ഈ സനാതന ധർമ്മത്തെ നോക്കിക്കാണുന്നത് മറ്റൊരു രീതിയിലാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്രീനാരായണ ഗുരുവിനെ പല രീതിയിൽ കാണുന്ന, സാമൂഹ്യ പരിഷ്കർത്താവായി കാണുന്ന, ഒരു വിപ്ലവകാരിയായി കാണുന്ന ആളുകളുണ്ട്, ഈ ആത്മീയ ആചാര്യനായി കാണുന്ന ആളുകളുണ്ട്. അത് ശിവഗിരി മഠം എങ്ങനെ കാണുന്നു എന്നുള്ള ഞാൻ ചോദിക്കാനുള്ള കാരണം, ഈ സനാതന ധർമ്മപ്രകാരം എല്ലാത്തിനെയും ദൈവമായി കാണാമെന്നും അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവും ദൈവമാണ് എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശ് SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതിനെ ഈ ശിവഗിരി മഠം എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിനും ഈ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി തന്നെ കാണുന്നു എന്നുള്ളതാണ്. സൈഫുദ്ദീൻ, ശരി. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ, പ്രസംഗത്തിനെതിരെ നേരത്തെ NSSും SNDPയും ഒക്കെ രംഗത്ത് വന്നാണ്. ഇപ്പോൾ ശ്രീനാരായണ ശിവഗിരി ട്രസ്റ്റ് തന്നെ നേരിട്ട സച്ചിദാനന്ദ സ്വാമി തന്നെ മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം CPM ഈ വിഷയത്തിലെടുത്ത നിലപാടും കുറെ കൂടി പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്.